മഹാഗുരുശരണം. നമസ്കാരം. ശ്രീനിവാസപ്പയ്യാണ്. ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ ചിലരുടെ അടുത്ത് കോൽത്തിരി കത്തിക്കാൻ പറയാറുണ്ട്. ഈർക്കില് തുണി ചുറ്റിയിട്ട് ഒന്നോ രണ്ടോ വീതം എന്നുള്ള ഒരു പ്രതിവിധി ചിലരോട് പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു വ്യക്തി വിളിച്ചിരുന്നു. കാര്യം അവര് കത്തിച്ചിട്ട് 21 ദിവസം ആകുന്നു. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്താണെന്ന് ചോദിച്ചിട്ട് ഇല്ല, ചെറിയതായിട്ട് പോസിറ്റീവ് ഇതുണ്ട്, പക്ഷെ വലുതായിട്ട് മാറ്റമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് 21 ദിവസത്തേക്കുള്ള കോൽത്തിരി വാങ്ങിച്ച്. അപ്പൊ ഒരു ദിവസത്തേക്ക് 40 രൂപ. ഈ കോൽത്തിരിയും വാങ്ങിച്ച് എണ്ണയും വാങ്ങിച്ചിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴാണ് കാർമ്മിക കുറയുന്നത്. അവരുടെ അടുത്ത് പറഞ്ഞു ഈർക്കിലാണ്, ഈർക്കിലിൽ തുണി ചുറ്റിയിട്ട് അത് ഡെയിലി 2 എണ്ണം വീതം ഉണ്ടാക്കി കത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ 2 എണ്ണം വീതം ആ ഒരു സങ്കല്പം കൊടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ കാർമ്മികം കുറയുന്നത്, വില കൊടുത്ത് വാങ്ങിക്കുമ്പോഴല്ല. എനിക്ക് ഇവര് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു ആ കോൽത്തിരിയുടെ. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളിയായിട്ട് ഇവർ ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷെ സംഗതി കാശിന് വാങ്ങിച്ചതാ. അപ്പൊ ദയവ് ചെയ്ത് പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് ഫലം കിട്ടുമെന്ന് ആരും വിചാരിക്കല്ലേ കേട്ടാ. കാർമ്മികം ഞാൻ പറയാറുണ്ട്, അമ്പലത്തിൽ വഴിപാട് ചെയ്തോ ഇത് ചെയ്തോ കാർമ്മികം എത്ര പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുകയില്ല. അവര് വിളക്ക് അത് കോൽത്തിരി കത്തിക്കണതിന്റെ പ്രയോജനം കിട്ടും, പക്ഷേ നമ്മൾ ഉണ്ടാക്കി കത്തിക്കണതിന്റെ പ്രയോജനം കിട്ടുകയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. അപ്പൊ ഇപ്പൊ ഒരു പാർട്ടി അത് പറഞ്ഞുകൊണ്ട് ഞാനിതൊന്ന് അറിയിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നോട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പൊ ദയവ് ചെയ്ത് എന്തെങ്കിലും പറയുന്നതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് വോയിസ് ഇട്ടൊന്ന് ചോദിക്കണം. അതൊന്ന് അറിയിക്കാനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടി സങ്കല്പം ചെയ്തു. ഓക്കെ, അതിന്റെ നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.